അവിടെ? വണ്ടിയിലെ ആടെ ഉണ്ടല്ലോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മളൊരു എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ എത്രത്തോളം നമുക്ക് പറ്റുന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് വരുമ്പോൾ നമ്മുടെ കിച്ചണിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പോൾ അടിയും തൊടിയൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ മുറ്റടിച്ച് വരലൊക്കെ തോന്നുന്ന സമയത്താണ്. കാരണം അങ്ങനെയാണ് നമ്മുടെ കിച്ചണിലെ പണിയൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊരു പണിയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ കിച്ചണിൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നമുക്കാണെങ്കിൽ ആദ്യം ആണെങ്കിൽ കിച്ചണിൽ നമ്മൾ നീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടി തൊട അതൊക്കെയാണല്ലോ. ഇപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചേട്ടനുള്ള ചിക്കൻ അങ്ങ് വെച്ചു. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മളതിനകത്തോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണ് പതിവ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സയൻസ് അച്ചുവാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ എണീറ്റ് വരുന്നത്. അപ്പോൾ പിന്നെ അവർക്കുള്ളതും അപ്പോൾ കൊടുത്താൽ മതിയല്ലോ. പിന്നെ ചേട്ടനാണെങ്കിൽ മുട്ടയും ചിക്കനും അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ടിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഉണ്ടല്ലോ ചെറുപയർ എടുത്തിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ കഴിക്കില്ലേ അതേ ടേസ്റ്റുള്ള ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പം കറി എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറുപയർ വേവിച്ചിട്ട് നമ്മൾ ഉള്ളി മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി കൂടിയിട്ട് കല്ലിൽ ചതച്ചെടുക്കുക. എന്നിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വേവിച്ചെടുക്കുക. നല്ലപോലെ വെന്ത ചെറുപയറാണെങ്കിൽ അത്രയും ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കഞ്ഞിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ചെറുപയറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞി ഇടുന്നില്ല എന്ന് മാത്രം, ചെറുപയർ സെപ്പറേറ്റ് എടുത്തിട്ട് വേവിച്ചെടുക്കുക എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ സച്ചുവിന് അങ്ങനെ വേണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കഞ്ഞിയുടെ കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിന് അല്ലാതെയും നമുക്ക് ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കഞ്ഞിയുടെ കൂടെ അല്ലാതെ ചെറുപയർ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും അങ്ങനത്തെയാണ് കേട്ടോ ഇഷ്ടം. കൂടുതൽ ഉപ്പേരിനേക്കാൾ കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ്. പിന്നെ ഞാൻ എനിക്കുള്ള കോഫി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഭയങ്കര കോഫി അഡിക്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മുട്ടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനുള്ളതൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നത് വേണമെന്നൊന്നുമില്ല കേട്ടോ. കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം എളുപ്പപ്പണിയാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് 2 ബ്രെഡും അതുപോലെ തന്നെ ഒരു മുട്ട ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ 2-3 ചിക്കനും എടുത്തു കേട്ടോ. അല്ലെങ്കിൽ തല്ലിയ പോലും ഞാൻ കഴിക്കാത്തതാണ്. ചില ദിവസം എനിക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ കഴിക്കും കേട്ടോ. പംകിൻ സീഡ് ഉണ്ടായിരുന്നു, കുറച്ച് നട്ട്സും ഉണ്ടായിരുന്നു. ഇന്നാണ് കേട്ടോ ഇത്ര ഫ്രീ ആയിട്ട് ഞാൻ ഇരുന്ന് കഴിക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് രാവിലത്തെ അടിച്ചുവാരൽ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ നമ്മൾ വേഗം കഴിച്ചിട്ട് അങ്ങനെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യാറല്ലോ. നിങ്ങൾ പല വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ സമാധാനം ായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല കേട്ടോ. കാരണം അടിക്കേണ്ട തുടയ്ക്കേണ്ട ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോഴേക്കും നമ്മുടെ ചെറുപയറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ മുളക് വറുത്തിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ വറ്റൽ മുളക് കൊണ്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഞാൻ അധികം ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ, ഉള്ളി അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. പിന്നെ ഉപ്പ്, പുളി ഇതും കൂടി ഇട്ടിട്ട് അരയ്ക്കുക. അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് അരയ്ക്കുക. അത് അറിയാൻ മാത്രമല്ല, വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ചെറുപയർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അത് താളിച്ചിടും ചെയ്തു. അപ്പോൾ ഒന്നും കൂടി കുക്കറിലിട്ട് 2-3 വിസിലും കൂടി അടിച്ചെടുത്തു കേട്ടോ. ചിലപ്പോൾ വെള്ളത്തിൽ അധികം നേരം ഇട്ട് വെച്ചിട്ടില്ലല്ലോ, നമ്മൾ നേരെ അങ്ങ് കുക്കറിലേക്ക് ഇടല്ലേ ചെയ്തത്. അതുകൊണ്ടായിരിക്കും വേവാത്തിട്ട്. അതുപോലെ തന്നെ ചില ചെറുപയറുണ്ടല്ലോ കല്ല് പോലെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ടായിരിക്കും ചില ചെറുപയറിൻ്റെ കുഴപ്പമായിരിക്കാം. ഇവളെ ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ പ്രധാന പണി. കാരണം ഭയങ്കര ദേഷ്യം കൂടുതലാണ്. അപ്പോൾ ആ ദേഷ്യം ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അലക്കാനുള്ള തുണികളും വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്നുള്ളത് എപ്പോഴും നമ്മുടെ ഒരു വാക്കാണല്ലേ. അതല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ച് പ്ലാൻസൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതുപോലെ ആരുടെയെങ്കിലും വീട്ടിലുണ്ട് എപ്പോഴും അതേട്ടോ, ഒരു
മിററിന് വേണ്ടി മാത്രമാണ് ഇവിടെ എല്ലാവരും അടി കൂടുന്നത്. എത്ര മിറർ ഉണ്ടായാലും ഒറ്റ മിറർ ആരാണോ നോക്കുന്നത് അതിൻ്റെ ബാക്കിൽ പോയിട്ടുള്ള അടിമഴക്കാണ് കേട്ടോ. അത് ഇവിടെ പതിവാണ് കേട്ടോ. എല്ലാവർക്കും ഒരെണ്ണം മാത്രം മതി. അങ്ങനെ ഇതേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം അതിന് മുൻപ് തന്നെ ഞാൻ കുറച്ച് വെജ് പീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അങ്ങനെ ടൈം പോയില്ല. അപ്പോഴേക്കും നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ഒരു 12:30 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ വീടിൻ്റെ നേരെ മുന്നിൽ കൂടെയുള്ള വഴി കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, എളനാട് വഴി മണ്ണുത്തിയിൽ പെട്ടെന്ന് എത്താൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് തൃശ്ശൂർക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. വടക്കാഞ്ചേരി വഴി നമുക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ദൂരമൊക്കെ കൂടുതലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്കൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വഴി പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ എപ്പോഴും മിക്കവാറും നമ്മൾ ഈ വഴിയാണ് കേട്ടോ തൃശ്ശൂർക്ക് പോകാറ്. അങ്ങനെ ഞങ്ങളിതേ കുതിരാൻ വഴിയാണ് കേട്ടോ പോകുന്നത്. കുതിരാനാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പൊന്തി വരുന്നൊരു കാര്യമാണ് കുലസ്ത്രീ. എന്താണ് കുലസ്ത്രീ? ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണവർ മുഴുവൻ തെറ്റായ ധാരണയാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കണമെന്ന്. എന്ത് ധാരണയാണ് നമ്മൾ കൊടുക്കണമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല കേട്ടോ. കാരണം ഹസ്ബൻഡ് കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊണ്ടിരുന്നു, നമ്മൾ വെച്ചുണ്ടാക്കി കൊടുക്കുന്നു. ഇതാണോ തെറ്റ്? അപ്പോൾ രണ്ട് കൂട്ടരും ഒരുപോലെയല്ലേ ചെയ്യുന്നത്. പിന്നെ ജോലി വേണ്ട എന്ന് പറയുന്നത് ശരിയായിരിക്കും, അത് അവരുടെ ഇഷ്ടമല്ലേ. ജോലിക്ക് പോകണോ പോകണ്ടേ എന്നുള്ളതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളാണ്. അത് അവർക്ക് ഫ്രീഡക്കുറവോ ഒന്നുമില്ല. പിന്നെ എവിടെ കുലസ്ത്രീ ആവണത്? ഫ്രീഡം ഇല്ല. അതുപോലെ തന്നെ ഭർത്താവിന് വേണ്ടി മാത്രം, മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അമ്മയും അതുപോലെ തന്നെ ഭാര്യയൊക്കെ ആകുമ്പോഴല്ലേ കുലസ്ത്രീ ആവുന്നുള്ളൂ. അല്ലാത്തവരെവിടെ കുലസ്ത്രീ ആവുന്നത്? അപ്പം നമ്മൾ തെറ്റായ ധാരണയൊന്നും കൊടുക്കണില്ല കേട്ടോ. കാരണം നമ്മളിപ്പം നമ്മുടെ ജീവിതം നല്ലത് മാത്രമേ കാണിക്കുള്ളൂ. ചീത്തതൊക്കെ വന്നിട്ട് നമ്മൾ ഇതിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നെഗറ്റീവ്സ് കാണാൻ വേണ്ടിയിട്ടാണോ ആൾക്കാർ ഇരിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ്സ് കാണിക്കാത്തത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എല്ലാ മനുഷ്യന്മാരും എല്ലാം തികഞ്ഞോന്നല്ല, ഒരുപാട് നെഗറ്റീവ്സ് ഉള്ളവരാണ് എല്ലാവരും. അപ്പം എല്ലാം ഇതിൽ കൊണ്ടുവന്നിട്ട് കാണിക്കേണ്ട ഓരോ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലത്തെ വഴക്കും കാര്യങ്ങളും കാണിച്ചാൽ പിന്നെ അതിനും കുറ്റമായി. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കേരള പഴനിയിലേക്കാണ് കേട്ടോ എത്തിയേക്കുന്നത്. പക്ഷേ ഇവിടെ വരണമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ പകുതിക്ക്, അതായത് വണ്ടി പകുതിക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തീരുമാനിച്ചത്. ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നട്ടുച്ച സമയമായിട്ടുണ്ട് കേട്ടോ. നല്ല കാല് കൊള്ളുണ്ടായിരുന്നു, ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പം എന്ന് ചേട്ടൻ പറഞ്ഞു അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് നൃത്താധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി വന്നതാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് എങ്ങാണ്ട് ഒരു ഫാമിലി, അല്ലാണ്ട് വേറെ ആരും ഇല്ല കേട്ടോ. കാരണം നട്ടുച്ച സമയത്ത് അമ്പലത്തേക്ക് ആരും വരില്ലല്ലോ. പിന്നെ രാവിലെ നല്ല കാറ്റും നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ സമയത്താണെങ്കിലും. പിന്നെ വൈകിട്ട് രാവിലെയൊക്കെ നല്ല തിരക്കുണ്ട് തോന്നുന്നു കേട്ടോ. ചേട്ടനാണെങ്കിൽ ഇന്ന് വലിയ സുഖമില്ല കേട്ടോ. കാരണം ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആൾ വേഗം 4 പുറവും നടന്നിട്ട് വേഗം അവിടെ പോയിരുന്നു കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോസോ എന്താ വേണിച്ചാൽ എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള സമയം തന്നതാണ് അവിടെ പോയിരുന്നേ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തൊഴുതു കേട്ടോ. കാരണം എന്തായാലും വന്നു, നമ്മൾ തൊഴുതു. നമ്മൾ അമ്പലത്തിലേക്കാന്ന് വെച്ചിട്ടൊന്നല്ല വന്നത്, എങ്കിലും ഒന്ന് ജസ്റ്റ് കണ്ട സ്ഥിതിക്കൊന്ന് തൊഴാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതേ ഈ ഒരു രൂപങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം എത്ര എഫേർട്ട് എടുത്തിട്ട് ഇത്രയും ഭംഗിയുള്ള രൂപങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വയ്ക്കണേ അല്ലേ. ഓരോ അമ്പലങ്ങളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞു പഴനി, അങ്ങനെ തന്നെ പറയാം കേട്ടോ, നമ്മുടെ പഴനിയുടെ ഒരു ചെറിയ രൂപം. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ സ്ഥലം. പക്ഷെ വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നല്ല രസത്തിൽ കാണാമായിരുന്നു. ഇതിപ്പോൾ കാല് പൊടുന്നുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു വെയിലാണല്ലോ. പിന്നെ രാവിലെ വെയിലും നല്ല രസമുണ്ടാവും, നല്ല തിരക്കുണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങളുണ്ടല്ലോ തിരിച്ചു പോരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. വരുന്ന വഴിക്ക് നമ്മളുണ്ടല്ലോ പനനൊങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങി അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് അവർ ഇതുപോലെ പാക്കറ്റിലാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. കാരണം നമ്മൾ പണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് മിക്കവാറും നമ്മൾ വെട്ടുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടുതലും ഇങ്ങനത്തെ സാധനം. തന്നെ ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വടക്കുന്നാഥിൻ്റെ മുന്നിൽ പോയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം മിങ് പാലസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടുത്തെ ചൈനീസ് റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ എന്താ പറയുക ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നമുക്ക് മിങ് പാലസിൻ്റെ ഒരു കഥ തന്നെ പറയാനുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെപ്പോഴും പറയുന്ന ഒരു കഥയാണ്. നമ്മുടെ സായുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് ടൈമിൽ ഇവിടെ വരുന്നത്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ചേട്ടനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്.
ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ എല്ലാ മാസവും ചെക്കപ്പിന് വരുമ്പോൾ ഡെയിലി എല്ലാ മാസവും നമ്മൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിരിക്കും കേട്ടോ ഡോക്ടറെ കണ്ടതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ടൊക്കെ കിട്ടാറാവുന്ന സമയത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 2-3 മണിക്കൂറൊക്കെ ഇവിടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫുഡാണ് നമ്മൾ എല്ലാ മാസത്തിലും ഒരിക്കൽ ഇവിടെ വന്നിട്ട് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സായുവിനെ എപ്പോഴും ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് ഇഷ്ടമുള്ളൂ. നോർമൽ ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ല എന്നുള്ളതല്ല കേട്ടോ, കഴിക്കാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ്. അപ്പം ഞങ്ങളെപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു കാരണകൊണ്ടാണ് നിനക്ക് ഇഷ്ടമില്ലാത്തുള്ളതെന്ന്. അതാണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കഥ. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഇരുന്ന് പറയുന്ന ഒരു കഥയാണ്. പിന്നെ നമ്മൾ മണ്ണുത്തിയിലത്തെ പ്ലാനേഴ്സറിയിലേക്കാണ് പോയേക്കണത്. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടാണ് നമ്മൾ ശരിക്കും വന്നത്, പക്ഷേ വേറെ എവിടേക്കോ എത്തിപ്പെട്ടു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ നമ്മളിതേ ചെടികളൊക്കെ വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും കലാത്തിയെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ചെടികൾ കണ്ടാൽ നമ്മൾ പറയണ്ടല്ലോ, എല്ലാം വാങ്ങിക്കൂട്ടു കേട്ടോ. ഈ ഒരു സാധനത്തിന് 55,000 രൂപ എത്ര, ഞാനത് കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടോ. കാരണം പിന്നെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഫേർട്ട് ഭയങ്കരമാണല്ലോ. അപ്പോൾ പിന്നെ അത്രയും രൂപയ്ക്ക് അവർ വാങ്ങുമല്ലോ. പിന്നെ നമുക്ക് 2 അലോക്കേഷനും കൂടി വേണം കേട്ടോ. അപ്പോൾ അതും കൂടെ വാങ്ങാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ചേട്ടനാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ഭ്രാന്ത് ചേട്ടന് തന്നെയാണ്. അപ്പോൾ ചേട്ടനാണ് ഇങ്ങനെ നടന്ന് തപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ മാറി നിന്നു. കാരണം ഞാൻ പറഞ്ഞത് ചിലപ്പം എടുക്കണം എന്നില്ല, അപ്പം പിന്നെ അത് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആദ്യത്തെ ഒരു നഴ്സറി പോയിട്ട് നമ്മൾ കുറച്ച് കലാത്തിയ വാങ്ങി, അത് കഴിഞ്ഞിട്ട് അടുത്ത നഴ്സറി പോയിട്ടാണ് അങ്ങനെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 2ാമത്തെ നഴ്സറി പോയപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ താമര വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് താമരയും അമ്പലും തമ്മിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴല്ലേ നമുക്കതൊക്കെ അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മളെങ്ങനെ അറിയാം. അപ്പോൾ ആദ്യത്തെ എനിക്ക് കുറേ കളിയാക്കൽ കേട്ടിട്ടുണ്ട് കേട്ടോ, പ്ലാന്റ്സ് എന്താണെന്നും കൂടി അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിൽ ഒരുവിധമൊക്കെ ഫ്രൂട്ട്സ് നമ്മുടെ തൊടിയിലുള്ളതാണ് കേട്ടോ. പിന്നെ ഇല്ലാത്ത ഫ്രൂട്ട്സ് അബിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങി. പിന്നെ പേരയ്ക്ക, തായ്വാൻ പേരയ്ക്ക അങ്ങനെ എന്തെങ്കിലും കേട്ടോ. പിന്നെ അലോക്കേഷ്യ, കലാത്തിയ ഇതൊക്കെ വാങ്ങി. പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് ഇതേ കണ്ടോ, സായ കണ്ടില്ലേ, ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കണ പോലെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുവാണേ. പിന്നെ വരുന്ന വഴിക്കൊരു ചായയും പരിപ്പുവടയും അതും കൂടി കുടിച്ചിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും നല്ലപോലെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു, രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ചെടികളാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അലോക്കേഷ്യ, അതുപോലെ തന്നെ നമ്മൾ കുറ്റിക്കുരുമുളകില്ലേ അതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കലാത്തിയ, പിന്നെ വേറൊരു ടൈപ്പ് ചെടി കേട്ടോ, അതിൻ്റെ പേരെന്തോ പറഞ്ഞു പക്ഷെ ഞാൻ ഓർമ്മയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പേരയ്ക്ക അങ്ങനത്തെയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.